പെരുന്നാൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെൺപിള്ളേരെല്ലാം നല്ല നല്ല മൈലാഞ്ചി നോക്കി വാങ്ങി മൊഞ്ചത്തിയാകാൻ ഒരുങ്ങിയിരിപ്പാണ്. സ്കൂളിലും മറ്റുമൊക്കെ മൈലാഞ്ചി മത്സരങ്ങളും മൈലാഞ്ചി കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ചിത്രങ്ങളും വരകളും പത്രങ്ങളിൽ കൈമുട്ടോളം തന്നെ വരച്ചും ചിത്രം വരച്ചും ഭംഗിയാക്കുന്നതായി പത്രങ്ങളിലൊക്കെ കാണാവുണ്ട്. മൈലാഞ്ചി മത്സരം വരെ നടത്തപ്പെടുന്നു. പരിശുദ്ധമായ ഇസ്ലാമിൽ ഇതിനും വ്യക്തമായ ചില നിയമങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുഗ്നി, നിഹായ അടക്കമുള്ള കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞു, ഫയുസന്നുലിൽ മർഅത്തിൽ മുസവ്വജത്തി വൽ മംലൂകത്തി, വിവാഹിതയായ പെണ്ണിനു മാത്രമാണ് സുന്നത്തുള്ളത്. ഖൽബു കഫിഹ വഖദമിഹ, തന്റെ കാൽപാദത്തിനും മുൻകയ്യനും മാത്രം ചായം കൊടുക്കാം. ബിദാലിക, മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കാം, അത് സുന്നത്താകുന്നു. താമീമൻ, അത് ആകെയാക്കി കൊടുക്കണം. ലിഅന്നഹു സീനത്തുൻ, അതൊരു ഭംഗിയായതുകൊണ്ടാണ് അങ്ങനെ അനുവദിച്ചത്. വയ മത്ലൂബത്തും മിൻ ഹാലി ഹലീലിഹ, ഭർത്താവിന് വേണ്ടി പെണ്ണ് മൊഞ്ചത്തിയാവുക എന്നുള്ളത് ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിക്കുന്ന കാര്യമാകയാൽ. അമ്മ നഖ്ശുവത്തൊരീഫു, അതിലോരോ ചിത്രം വരക്കലും മറ്റുമൊക്കെ ഫലാ യുസന്നു, അതത്ര നല്ലതല്ല, സുന്നത്താക്കപ്പെടൂല. വഖർജബിൽ മുസവ്വജത്തി വംലൂകത്തി ഗൈറുഹുമ, വിവാഹിതയല്ലാത്ത പെണ്ണിന് ഇത് സുന്നത്തുമില്ല. ഫയുക്റഹു ലഹു, വിവാഹിതയല്ലാത്തവൾക്ക് ഇത് കറാഹത്താണെന്നാകുന്നു നിയമം. അതുപോലെ തന്നെ വബിൽ മർഅത്തി റജുലു വൽ ഖുൻസ ഫയഹ്റുമുൽ ഖിലാബു അലൈഹിമ, പുരുഷന്റെ മേലും മൈലാഞ്ചി കൊണ്ട് ചുമപ്പിക്കൽ, കൈക്കാലുകൾക്ക് മൈലാഞ്ചി ഇടൽ ഹറാമാണ്. ഇല്ലാലിയുദ്രിൻ, ചികിത്സയ്ക്ക് വേണ്ടിയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയോ ആണെങ്കിൽ ഒഴികെ പുരുഷൻ മൈലാഞ്ചി ഇടാൻ പാടില്ല. അതൊരു പെരുന്നാളിന് ചന്ദ്രക്കലകളായാലും മറ്റുമൊക്കെ പുരുഷൻ മൈലാഞ്ചി ഇടൽ ഒരിക്കലും തന്നെ നല്ല കാര്യമല്ല. സ്ത്രീകളിൽ നിന്ന് തന്നെ അത് സുന്നത്താകുന്നത് വിവാഹിതകൾക്ക് മാത്രം, അല്ലാത്തവർക്ക് കറാഹത്താകുന്നു. ഈ നിയമം ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.